ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ പണ്ട് ആൾക്കാർ പറയുമായിരുന്നു, പണ്ടല്ല ഇപ്പോഴും പല ആൾക്കാർ പറയാറുണ്ട്, വെട്ടിക്കയറ്റുന്ന പരിപാടിയില്ലേ. അതെ, വെട്ടിക്കയറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം പെൻടൂൾ. പെൻടൂളിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പെൻടൂളിന് വെട്ടിക്കയറ്റി മാത്രമല്ല പരിപാടി, വേറെ പല ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗങ്ങളും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പറഞ്ഞ സമയങ്ങളൊന്നുമില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെൻടൂൾ എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. പെൻടൂൾ രണ്ട് രീതിക്ക് ആക്സസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ടൂൾ ബോക്സിൽ പോയിട്ട് ഇവിടെ പെൻടൂൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റർ പി എന്ന് പറയുന്നത് പെൻടൂൾ എടുക്കാനുള്ള ഷോർട്ട് കട്ടാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ലെറ്റർ പി എടുക്കുക, അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ പോയി എടുക്കുകയും ചെയ്യാം. എന്താണ് പെൻടൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഇത്രയേ ഉള്ളൂ പെൻടൂൾ. അതായത് നമ്മളൊരു വര വരയ്ക്കും, വരയോ പാത്തോ ഷേപ്പോ എന്താണെന്ന് വെച്ചാൽ അതാണ് പെൻടൂൾ. ഈ വര കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെക്കാൻ മാത്രമല്ല ഗുണം, ഇതുകൊണ്ട് നമുക്ക് ഷേപ്പുകൾ ഉണ്ടാക്കാം, പാത്തുകൾ ഉണ്ടാക്കാം, ഫോട്ടോ കട്ട് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും, സെലക്ഷൻ ഉൾപ്പെടെ. അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലൈനിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് രണ്ട് പോയിന്റുകളാണ്. ഈ രണ്ട് പോയിന്റിനെ പറയുന്ന പേരാണ് ആങ്കർ പോയിന്റ്സ്. നമുക്ക് വേണമെങ്കിൽ പോയിന്റ് എന്ന് തന്നെ വിളിക്കാം, ആങ്കർ പോയിന്റ്സ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആങ്കർ പോയിന്റ്സ്. ഇനി നമുക്ക് ഈ പെൻടൂൾ കൊണ്ട് ഒരു കർവ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്ത് മൗസ് ക്ലിക്ക് വിടാതെ ഡ്രാഗ് ചെയ്യണം. മനസ്സിലായി? മൗസ് ക്ലിക്ക് വിടാതെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു കർവ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആങ്കർ പോയിന്റും ലൈനും അല്ലാതെ വേറൊരു ഐറ്റം വന്നിട്ടുണ്ട്. ഒരു ലൈൻ, വേറൊരു ലൈൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡിലാണ്. ഈ ഹാൻഡിലിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരച്ച കർവിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ ഹാൻഡിൽ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചറിയാം, ഇതിന് രണ്ട് വശത്തോട്ടും ഒരു കൺട്രോളർ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻടൂൾ കൊണ്ട് നമ്മൾ വരച്ചു കഴിയുമ്പോൾ വരുന്ന രണ്ട് ആങ്കർ പോയിന്റും പിന്നെ ഒരു കർവ് വരച്ചു കഴിയുമ്പോൾ വരുന്ന ഹാൻഡിലുകളും. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺട്രോൾസ് നമ്മുടെ പെൻടൂളിന്റെ. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്, ഈ ഹാൻഡിൽ എങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കൺട്രോള് അല്ലെങ്കിൽ ഏത് ആങ്കർ പോയിന്റ് ആണോ നമുക്ക് കർവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് ആ ആങ്കർ പോയിന്റിലോട്ട് കൺട്രോൾ നീക്കിക്കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഹാൻഡിൽ ബാർ വരുന്നതാണ്. ഈ ഹാൻഡിൽ ബാർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കേസ് എടുക്കുക, എനിക്ക് ഈ സൈഡിലോട്ടുള്ള കർവ് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ആ ഹാൻഡിലിൻ്റെ ഏറ്റവും എഡ്ജിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഏത് ഡയറക്ഷനിലോട്ടാണോ നമുക്ക് വേണ്ടത് ആ ഡയറക്ഷനിലോട്ട് ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹാൻഡിൽ ബാർ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഭാഗത്തോട്ട് മാത്രമുള്ള കർവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് അടുത്ത സൈഡിലും. ഓൾട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്യുന്നു, ഇഷ്ടമുള്ള ഡയറക്ഷനിലോട്ട് ഡ്രാഗ് ചെയ്യും. ഒന്നുകൂടെ നോക്കാം. ലൈൻ വരച്ചു, ഡ്രാഗ് ചെയ്തു, അതിനുശേഷം ഒരു ലൈനോടെ വരച്ചു. ഇനി നമുക്ക് ഈ ആങ്കർ പോയിന്റ് ആണ് ഫിക്സ് ചെയ്യേണ്ടത്, ഈ ലൈനാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനോട് ചേർന്നുള്ള ആങ്കർ പോയിന്റ് എടുക്കുക, കൺട്രോൾ ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ വരും. ഈ സൈഡിലെ കർവാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈഡിലോട്ടുള്ള ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുക, ഹാൻഡിൽ ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സൈഡിലെ കർവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിലോട്ടുള്ള ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുക, ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സൈഡും ക്ലിയർ ആയി പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സംഭവം ശ്രദ്ധിച്ചാൽ അറിയത്തില്ല, നമ്മൾ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഹാൻഡിലോട്ട് വരുമ്പോൾ ഇവിടെ പെൻടൂളിന്റെ ഐക്കൺ മാറിയിട്ട് ഇൻവെർട്ടഡ് വി ഷേപ്പിലുള്ള ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. ഇതെന്തുവാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻവെർട്ടഡ് ഷേപ്പിലുള്ളത് നമ്മുടെ കൺവേർട്ട് പോയിന്റ് ടൂളാണ്. അതായത് നമ്മുടെ ആങ്കർ പോയിന്റിനെ അതിനെ ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ കർവാക്കി വെക്കാൻ ഒക്കെ ഒരു കൺവേർഷൻ വേണമല്ലോ. ആ കൺവേർഷൻ ടൂളാണ് ഈ വി തിരിച്ചിട്ടിട്ടുള്ള, അതായത് നമ്മൾ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഐക്കൺ. ഇനി വേറൊരു സംഭവം, വേറെ രണ്ട് ഐക്കണോടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വരച്ച പോലെ ലൈൻ വരച്ചു. ഇനി എനിക്ക് ഇവിടെ ഒരു ആങ്കർ പോയിന്റ് വേണം. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെൻടൂൾ കൊണ്ടുവന്ന് നമ്മൾ ആ ലൈനിലോട്ട് വരുമ്പോൾ ഇവിടെ പെൻടൂളിന്റെ താഴെയായിട്ട്, പെൻടൂളിന്റെ ഐക്കണിന്റെ താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ ടൂളാണ് ആഡ് ആങ്കർ പോയിന്റ് എന്ന് പറഞ്ഞ ടൂള്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്, കണ്ടോ, ആഡ് ആങ്കർ പോയിന്റ് ടൂൾ. ഇനി നമുക്ക് ഈ ആങ്കർ പോയിന്റ് വേണ്ട, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആങ്കർ പോയിന്റ് വേണ്ട. അത് എങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ആങ്കർ പോയിന്റ് എടുത്തോട്ട് നമ്മുടെ പെൻ ടൂൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ
പെൻടൂളിൻ്റെ ഐക്കണിൻ്റെ താഴെ ഒരു മൈനസ് ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ആങ്കർ പോയിന്റ് റിമൂവ് ആവുന്നത്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പെൻടൂളിൻ്റെ കൺട്രോൾസ്. നമ്മൾ ആങ്കർ പോയിന്റ്സ് നോക്കി, ഹാൻഡിൽ നോക്കി, ആഡ് ആങ്കർ പോയിന്റ് നോക്കി, റിമൂവ് ആങ്കർ പോയിന്റ് നോക്കി. ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇതാണ് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അടുത്തത് നമ്മൾ പോകുന്നു ടൈപ്സ് ഓഫ് പെൻടൂൾ. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് പെൻടൂളാണ്. അതിനായിട്ട് നമ്മളിവിടെ പെൻടൂളിൻ്റെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ നമ്മുടെ നോർമൽ പെൻടൂൾ, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്ത പെൻടൂൾ. അതല്ലാതെ നമുക്ക് രണ്ട് പെൻടൂൾ കൂടെ കാണാൻ പറ്റും. ഫ്രീ ഫോം പെൻടൂൾ. ഫ്രീ ഫോം പെൻടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ആവും വിത്ത് ആങ്കർ പോയിന്റ്സ്. അത് തോന്നിയിടത്തൊക്കെ ആയിരിക്കും നമുക്ക് ആങ്കർ പോയിന്റ് വരുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് പെൻടൂൾ എന്ന് പറഞ്ഞാൽ കെർവേച്ചർ പെൻടൂളാണ്. നേരത്തെ പെൻടൂൾ കൊണ്ട് വരച്ചപ്പം കെർവേച്ചർ നമ്മൾ മാനുവലി ആഡ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചുമ്മാ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കർവ് ആഡായി വരും. കണ്ടോ, നമുക്ക് സർക്കിളൊക്കെ സിമ്പിളായിട്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പല കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, അതായത് ഫോട്ടോകൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ടൂളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് പാക്കാണ് നമ്മുടെ സാധാ പെൻടൂൾ, അതായത് ജനറൽ പെൻടൂൾ. നമുക്ക് വെർസറ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ ടൈപ്സ് ഓഫ് പെൻടൂൾ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മിസ്റ്റേക്കാണ്. സ്ഥിരമായിട്ട് ബിഗിനേഴ്സ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ഇപ്പോഴും വരുത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ പെൻടൂൾ കൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അബദ്ധത്തിൽ കൺട്രോൾ ഞെക്കി നമ്മൾ ക്ലിക്ക് ചെയ്തു പോയി. ഇവിടെ ശ്രദ്ധിച്ചറിയാം നമ്മുടെ ആങ്കർ പോയിന്റ്സ് എല്ലാം ഡിസേബിൾ ആയിപ്പോയി. ഇത് കാര്യമാക്കാതെ നിങ്ങൾ വീണ്ടും പെൻടൂൾ എടുത്ത് വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വേറൊരു പാത്തായിട്ടാണ് ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ ബാക്കിയായിട്ട് നമുക്കിത് കിട്ടത്തില്ല. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച് നിർത്തിയതിൻ്റെ അവിടെ പെൻടൂള് ആക്സസ് ചെയ്തിട്ട് ജസ്റ്റ് ആ എൻഡ് പോയിന്റിൽ ഒന്ന് കർസർ കൊണ്ടുപോകുമ്പോൾ ഇവിടെ പെൻടൂളിൻ്റെ താഴെ ഒരു ആങ്കറിൻ്റെ ഐക്കൺ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, അതായത് നേരത്തെ വരച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പെൻടൂള് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. പെൻടൂൾ കൊണ്ട് വരച്ച് പോകുമായിരുന്നു. അപ്പോൾ കൺട്രോൾ എനിക്ക് അറിയാതെ നമ്മുടെ ആങ്കർ പോയിന്റ്സ് എല്ലാം പോയി. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെൻടൂൾ തന്നെ എടുത്തിട്ട് ലാസ്റ്റ് വരച്ച ആങ്കർ പോയിന്റ് അല്ലെങ്കിൽ ലൈനിൻ്റെ എഡ്ജിലേക്ക് നമ്മുടെ കർസർ കൊണ്ടുവരുമ്പോൾ പെൻടൂളിൻ്റെ ഐക്കൺ മാറിയിട്ട് ഇവിടെ ആങ്കർ പോയിന്റിൻ്റെ ഐക്കൺ വരും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഒരുപാട് പേര് വരുത്താറുള്ള മിസ്റ്റേക്കാണ്. ഞാനൊക്കെ ഇപ്പോഴും വരുത്താറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പെൻടൂൾ വെച്ച് എങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു സ്ക്വയറാണ് നോക്കുന്നത്. ഞാനൊരു സ്ക്വയറിൻ്റെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പെൻടൂൾ കൊണ്ട് വരയ്ക്കുമ്പോൾ ആ ഷേപ്പ് തെറ്റായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഒരു സ്ക്വയർ റെഫറൻസ് എടുത്തത്. പെൻടൂൾ എടുക്കുക, ഒരു ആങ്കർ പോയിന്റ് ഇവിടെ കൊടുക്കുക, ഒരു ആങ്കർ പോയിന്റ് ഇവിടെ കൊടുക്കുക, ഒരെണ്ണം ഇവിടെയും പിന്നെ ലാസ്റ്റ് ഇവിടെ. ഇപ്പോൾ നമ്മൾ പെൻടൂൾ കൊണ്ടൊരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഷേപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ കളറൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പെൻടൂൾ കൊണ്ട് വരച്ച ലൈന് അല്ലെങ്കിൽ പാത്ത് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെ ഇതിന് കളർ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലെയർ കൊണ്ടുവരിക. ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് പെൻടൂൾ കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫിൽ പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫിൽ പാത്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ഫിൽ പാത്ത് കളറിനകത്ത് നമ്മുടെ ഇവിടെ ഫോർഗ്രൗണ്ട് കളർ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ഇവിടെ റെഡ് കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പെൻടൂൾ യൂസ് ചെയ്ത് വരച്ച. അത് സിമ്പിളായിരുന്നു. പക്ഷേ ഇനി നമ്മൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹാൻഡിലൊക്കെ യൂസ് ചെയ്തിട്ട് കർവ് യൂസ് ചെയ്ത് നമ്മളൊരു ഷേപ്പ് വരയ്ക്കാൻ പോകും. കർവ് ടൂൾ വെച്ച് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഷേപ്പാണ് സർക്കിള്. ആദ്യം ഒരു സർക്കിളിൻ്റെ റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ആങ്കർ പോയിന്റ് ഇവിടെ കൊടുക്കുക, ഒരെണ്ണം ഇവിടെ കൊടുക്കുക. ക്ലിക്ക് എടുക്കാതെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടൊന്നും ആദ്യം വരയ്ക്കുന്നില്ല. ശേഷം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ആ ഒരു ഷേപ്പ് ഏകദേശ ഷേപ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് ഒരു സർക്കിൾ ഷേപ്പിലോട്ട് മാറ്റി കൺട്രോൾ ഞെക്കുക, ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗം ഏകദേശം ഓക്കെയാണ്. ഈ ഭാഗമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ആ സൈഡിലോട്ട് വരുന്ന കർവുള്ള ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും ഈ ഭാഗത്ത് കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്തെ ഹാൻഡിൽ ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഭാഗം. അപ്പോൾ നമ്മളൊരു പെർഫെക്റ്റ് സർക്കിൾ വരച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫിൽ പാത്ത് കൊടുക്കാതെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് കൺട്രോൾ എൻ്റർ അടിക്കുക, അതിനുശേഷം കൺട്രോൾ ഡിലീറ്റ് കൊടുക്കുക.
കൺട്രോൾ എൻ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ പാത്ത് സെലക്ട് ആവും. അതിനുശേഷം കൺട്രോൾ ഡിലീറ്റ് കൊടുക്കുമ്പോൾ ഫിൽ ഓപ്ഷൻ. ഇതാണ് ഫോർഗ്രൗണ്ട് കളറാണ് ഇപ്പോൾ ഫിൽ ആയിരിക്കുന്നത്. കണ്ടോ, നമ്മൾ സർക്കിളും വരച്ചു, സ്ക്വയറും വരച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഇമേജ് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇമേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുട്ബോളിൻ്റെ ഇമേജ് ആണ്, സർക്കിൾ തന്നെയാണ്. ആദ്യം നിങ്ങൾ സർക്കിളിൽ പെൻ ടൂൾ യൂസ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കർവ് ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയ ഒരു ടൂളാണ്. ഇവിടെ ഒരു ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഭാഗത്തൊരെണ്ണം കൈ എടുക്കാതെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കണം. അതിനുശേഷം താഴെ വരണം. നേരത്തെ നമ്മൾ സർക്കിൾ ഷേപ്പ് വരച്ചതുപോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ വാരി വലിച്ച് നമ്മൾ ആങ്കർ പോയിന്റ് കൊടുക്കരുത്. അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഏറ്റവും കുറവിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ ഒരു സ്മൂത്ത് സാധനം കിട്ടുന്നുണ്ട്. കുറച്ച് കറക്റ്റായിട്ട് വരയ്ക്കണമെങ്കിൽ കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ആ ഫുട്ബോളിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഫുട്ബോളിൻ്റെ ഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ എൻ്റർ അടിക്കുമ്പോൾ നമ്മളിത് സെലക്ട് ആവും. എന്നിട്ട് കൺട്രോൾ ജെ അടിച്ചാൽ മതി. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ഞാൻ കട്ട് ചെയ്തേക്കുന്നത്, എങ്കിലും ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാൻ. നിങ്ങൾ എന്താണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ പെൻ ടൂൾ വെച്ച് വരച്ച് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ എൻ്റർ അടിക്കുക, സെലക്ട് ആവും. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ സെലക്ഷൻ കൊടുത്താലും മതി. എന്നിട്ട് കൺട്രോൾ ജെ അടിക്കുമ്പോൾ നമ്മൾ എന്താണോ സെലക്ട് ചെയ്തത് ആ ഷേപ്പിൽ ഇമേജ് ഇവിടെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെൻ ടൂള്. നമ്മൾ പെൻ ടൂൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്, പെൻ ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കി, ടൈപ്പ് ഓഫ് പെൻ ടൂൾ നോക്കി, ഹാൻഡിൽ നോക്കി, കർവ് വരയ്ക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.